എൻ്റെ അമ്മായിയമ്മ വിവാഹം കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നീ ഭംഗിയില്ല എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തികം കുറവായ ഒരു വീട്ടിൽ നിന്ന് വന്നതുകൊണ്ടാവാം ഉമ്മ ഓരോന്ന് പറഞ്ഞു കുറ്റപ്പെടുത്താറുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉമ്മയെ ഞാൻ സന്തോഷിപ്പിക്കാറുണ്ട്. പക്ഷേ മറ്റു മരുമക്കളെപ്പോലെ ഉമ്മ എന്നെ പരിഗണിക്കാറില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ആയാൽ? ശരിക്കും എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഉമ്മനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് യഥാർത്ഥത്തിൽ ഈ സഹോദരി വിചാരിക്കുന്നത്. അവരാദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഉമ്മയെ മാറ്റിയെടുക്കാൻ കഴിയില്ല. എന്തോ ഒരു കാലം വരുമ്പോൾ, ഒരു സമയം വരുമ്പോൾ ഇവരൊക്കെ മാറും എന്നാണ് വിചാരിക്കുന്നത്. അവരൊരിക്കലും മാറില്ല. കാരണം ഇപ്പോ ഈ പെൺകുട്ടി പറയുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അതിപ്പോ അവരാരെ കുറിച്ചാണോ പറയണത്, ആ അമ്മായിമ്മ ഇതേ പ്രായമുള്ളൊരു മകൾ അവർക്കുണ്ട് എന്ന് വിചാരിക്കുക. ആ മകള് നമുക്ക് തന്ന ഈ ചോദ്യം, ഈ സങ്കടം ഈ ഉമ്മനോട് വന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അതൊക്കെ മനസ്സിലാവൂലേ? മനസ്സിലാവൂലേ? ശരിക്ക് ഇതേ പ്രായത്തിൽ അവർക്ക് കെട്ടിച്ചൊരു മകളുണ്ട്. അവള് വീട്ടിൽ നിന്ന് പറയാണെന്ത്, ഉമ്മ എൻ്റെ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യം വായിച്ചാൽ ഈ ഉമ്മക്ക് മനസ്സിലാവൂലേ? എന്നിട്ട് എന്താ ഈ പെൺകുട്ടിയുടെ കാര്യം മനസ്സിലാവാത്ത? അപ്പൊ അത് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അത് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നതും അത് മനസ്സിലാക്കി കൊടുക്കാമെന്ന് വിശ്വസിക്കുന്നിടത്തുമാണ് ഇവർക്ക് പറ്റുന്ന അബദ്ധം. അവരുടെ മാറ്റത്തെ കാത്തിരിക്കണം. ഇവരവർ മാറുന്നതിനെ പറ്റി കാത്തിരിക്കേ വേണ്ട. ഇതെന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ആളുകൾ ഓരോന്ന് ചോദിക്കും, ഓരോന്ന് പറയും. അവരൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത എന്തെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ അവർ പറയുന്നു ഒക്കെ നമ്മൾ കേൾക്കും. അത് ഇവർക്ക് അതിനുള്ളൊരു ബുദ്ധി ഇല്ലാത്ത എൻ്റെ ഇടല്ല എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യരുത് വെച്ചാൽ, നമ്മൾ ഒരു വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ എന്താണ്, എൻ്റെ വീട്ടിൽ താമസിച്ചതുപോലെ ഞാൻ ഇയാളുടെ ഭാര്യ ആയിരിക്കുമ്പോൾ ഇവിടെ താമസിക്കാൻ എനിക്കെന്തുണ്ട്, അധികാരമുണ്ട്. അതായത് എൻ്റെ ഭർത്താവ് എനിക്ക് താമസിക്കാൻ ഒരിടം തരണം. അത് ഭർത്താവിൻ്റെ എന്താണ്, ചുമതലയാണ്. ഭക്ഷണം നൽകുന്ന പോലെ, അതേപോലെ തന്നെ വസ്ത്രം നൽകുന്ന പോലെ. അപ്പം അതുകൊണ്ട് എന്താണ്, എനിക്ക് ഹക്കായി അവകാശപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ആദ്യം മരുമക്കൾ മനസ്സിലാക്കണം. അവർ വലിഞ്ഞു കയറി വന്നവരല്ല, മനസ്സിലായി? അവര് അവിടെ എന്താണ് ഒരു അധികപ്പറ്റായി വന്നതല്ല, മറിച്ച് എന്താണ്, വിവാഹം കഴിച്ച് മാന്യമായൊരു കുടുംബത്തിൽ നിന്ന് മഹർ കൊടുത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഭർത്താവിന്റെ തീരുമാനം എന്താണ്, ഇവിടെ താമസിക്കണം എന്ന്. അപ്പൊ അവൾക്ക് അയാൾ നിശ്ചയിച്ചു കൊടുത്ത താമസ സ്ഥലം, അതൊരു ഫ്ലാറ്റിലാണെങ്കിൽ അതാണ് അയാൾ നിശ്ചയിച്ച സ്ഥലം. ഞാൻ അവളെ വീട്ടിൽ തന്നെ നിൽക്കണം എന്നാണെങ്കിൽ അതാണ് അയാൾ നിശ്ചയിച്ച സ്ഥലം. അല്ല, ഗൾഫിൽ അയാൾ റൂമിലാണെങ്കിൽ ആ നിശ്ചയിച്ച സ്ഥലം തൻ്റെ സ്വന്തം വീട് പോലെ തനിക്ക് അധികാരപ്പെട്ടൊരു സ്ഥലമാണെന്ന് മനസ്സിലാക്കുക. ഇവരുടെ എന്തോ ഒരു ഔദാര്യത്തിൽ ജീവിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ അപകർഷത. പിന്നെ അവിടെ ഉമ്മനെ പോലൊരു അവകാശം എനിക്കുമുണ്ട്, എൻ്റെ ഭർത്താവിനെ പോലൊരു അവകാശം എനിക്കുമുണ്ട് എന്നെന്ത് ചെയ്യണം, ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഇതൊന്നും ന്യായമല്ലല്ലോ. നീ ചൊറുക്കില്ല, നീ ഭംഗിയില്ല, അല്ലെങ്കിൽ നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് എന്തല്ല, ശരിക്കും തൻ്റെ ഇടത്തോടെ പറയുന്ന ഒരു കാര്യമില്ല. ഇപ്പം നമ്മൾ എന്താ വെച്ചാൽ ഇത്തരം സംസാരങ്ങളും കാര്യങ്ങളും പറയുന്നവർക്ക് വില കൊടുക്കാതിരിക്കും. ആ സംസാരങ്ങൾ മുഖവിലക്കെടുക്കുകയേ ചെയ്യരുത്. അത് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഈ പെൺകുട്ടികളൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അവർ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യും, ഇവരിത് എടുക്കും, എന്നിട്ട് അതിൽ വിഷമിക്കും. ആ ഒരു വാക്ക് ആലോചിച്ച് വിഷമിച്ചിരിക്കും. എന്താ ഒരു കാര്യമുള്ളത്. പിന്നെ ഇപ്പോൾ ഇവരിത് പറയാതിരിക്കണം എന്നാണ്. അവരിത് പറയാതിരിക്കില്ല. അവരവരുടെ മക്കളെ പറയില്ലല്ലോ, ഇവളെ ഭർത്താവായ മോനെ പറയില്ലല്ലോ. മോനെ പറയില്ല. ഇവളോട് പറയുന്ന പോലെ മോനോട് പറയില്ലല്ലോ. അത് പറയാത്തത് എന്തുകൊണ്ടാണ്, അത് മകനാണ്, അവർക്ക് ജനിച്ചതാണ്, മറ്റത് അവർക്ക് ജനിച്ച മകളാണ്. ഇത് ആർക്കോ ജനിച്ച ഒരാളെ അയാളെ ഭാര്യ കൊണ്ടുവന്നു വീട്ടിൽ. അവരോടൊരിക്കലും ഇവർക്ക് എന്തില്ല, ഒരു രക്തബന്ധമില്ല, കുടുംബ ബന്ധമില്ല. പിന്നെ ഈ ബന്ധം എന്തടിസ്ഥാനത്തിലാണ്, രണ്ട് നിലയ്ക്ക് മരുമകളും അമ്മായിമ്മയും തമ്മിൽ ബന്ധമുണ്ടാവുന്നുള്ളൂ. എന്താണ്? ഒന്ന് ദീനിയായൊരു ബന്ധം ഉണ്ടല്ലോ. നമ്മൾ എവിടെ വന്നാലും നമ്മുടെ കൂടെ താമസിക്കുന്ന ഒരാളോട് ഡീസൻ്റായി പെരുമാറുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ കടമയല്ലേ? അതല്ലേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അപ്പം അത് ചെയ്യാൻ കഴിയണം എന്നുള്ളത് ദീനിയായ ബന്ധമാണ്. അപ്പം അങ്ങനെ ഉള്ള ദീനിയായ ഒരു മനസ്സുള്ള ഒരു ഉമ്മാൻ്റെ അടുത്ത് ഒരു പ്രശ്നം മരുമക്കൾക്ക് ഉണ്ടാവില്ല. രണ്ടാമത്തത് എന്താ അറിയൂ, പ്രയോജനാത്മകത മാത്രം പരിഗണിച്ച ബന്ധമാണ്. ഇവളിവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പാത്രം വൃത്തിയായി കിടക്കും, അടുക്കള വൃത്തിയായി കിടക്കും, ബാത്റൂം വൃത്തിയായി കിടക്കും,
പണ്ടൊക്കെ നമ്മൾ പൊടിപ്പിച്ച പൊടി വാങ്ങുക ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് മല്ലി സ്വന്തം ഉണക്കാം, ഇവിടെ ആളുണ്ട്, മനസ്സിലായി, എല്ലാറ്റിനും ആളുണ്ട്. നമ്മൾ വാപ്പാനെ നോക്കാൻ എന്ത് ചെയ്യേണ്ട, ഒരു ഹോം നേഴ്സ് ആവശ്യമില്ല. ഇവള് വളരെ നല്ല ആരോഗ്യമുള്ളൊരു പെൺകുട്ടി ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തും കല്യാണം കഴിക്കാൻ നിൽക്കണം, അവൻ്റെ കൂടി വന്നാൽ 2-3 ആൾക്കാരായി. പിന്നെ ഈ വീടിന് എന്താ പ്രശ്നം? അപ്പോൾ ഇവരൊക്കെ അവിടുത്തെ ഒരു ജോലിക്കാരാണ്. അപ്പോൾ അവർ നന്നായി പണി ചെയ്ത് ജോലി ചെയ്ത് അവിടെ നിൽക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും. അവർ 2 ദിവസം വീട്ടിൽ പോയാൽ ഇവിടുത്തെ പണി മുടങ്ങും. അപ്പോൾ വീട്ടിൽ പോകണ ഇഷ്ടം ഉണ്ടാവില്ല, അവർ കിടന്നുറങ്ങണ ഇഷ്ടം ഉണ്ടാവില്ല, ബാത്റൂമിൽ അധികം സമയം നിൽക്കണ ഇഷ്ടം ഉണ്ടാവില്ല. അത് വെറും ഇവരിൽ നിന്ന് കിട്ടുന്ന പ്രയോജനത്തെ മാത്രം പരിഗണിച്ചു കൊണ്ടുള്ള സ്നേഹമാണ്. അപ്പോൾ നന്നായി പണിയെടുത്തന്ന് ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 2 ദിവസം പനിച്ച് കിടന്നാലും ആകെ പ്രശ്നമായിരിക്കും. ഇതൊക്കെ അപ്പോൾ ഈ 2 ബന്ധങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാൻ ആർക്കും കഴിയൂല. കാരണം ഇപ്പോൾ അമ്മായിമ്മനെ പണിയെടുത്ത് കൊടുത്ത് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഇന്നത്തിനേക്കാളും അല്പം ക്വാണ്ടിറ്റി കൂടണ്ടേ നാളെ? അങ്ങനെ എത്രയേ കൂടുക? പിന്നെ അത് കുറക്കാൻ പറ്റുമോ? കുറക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും ജോലി ചെയ്ത് കൊടുത്തിട്ട് അമ്മായിമ്മനെ പ്രീണിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് എന്താണ്? മഹാവിഡ്ഢിത്തമാണ്. പല മരുമക്കളും ചെയ്യുക വെച്ചാൽ അമ്മന്തിലൊക്കെ വാക്കുകൾ പറഞ്ഞ് സോപ്പടിച്ച് സുഖിപ്പിച്ച് എന്ത് ചെയ്യാണ്, നല്ല വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രസൻറ്റേഷൻ കൊണ്ടുപോയി കൊടുത്ത്, വാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും സോപ്പ് പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ സന്തോഷിപ്പിച്ചാണ് പോവുക. കുറച്ച് ബുദ്ധിയില്ലേ. വേറെ കുറേ സാധുക്കളായ നിഷ്കളങ്കരായിട്ടുള്ള ഇഖ്ലാസുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്യും, അവർ ചത്ത് പണിയെടുത്ത് ജീവിതത്തിൽ ചെയ്യാത്ത ജോലികൾ ചെയ്ത് തളർന്നു നോക്കും ഒരു അമ്മായിമാരെ സ്നേഹം കിട്ടാൻ വേണ്ടി. അതൊന്നും സാധ്യമല്ലാത്ത കാര്യമാണ്. നമ്മൾ പണി ചെയ്യാതിരിക്കും വേണ്ട, പണി ചെയ്ത് മരിക്കും വേണ്ട. നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ വീട്ടിൽ എല്ലാവരെയും പോലെ ഒരു പങ്ക് ആരും നിർവഹിക്കണം? ഒരു പെൺകുട്ടിനെങ്കിൽ ആ പെൺകുട്ടി ജോലി ചെയ്യണ്ടേ? അതേപോലെ ഒരു മകളാണ്, അവൾ ജോലി ചെയ്യണം. പക്ഷെ അവൾ മാത്രമേ ജോലി ചെയ്യേണ്ടുള്ളൂ എന്ന് വരുന്നത് എന്തല്ല, ശരിയല്ല എന്നുള്ളതാണ്. അവളും ജോലി ചെയ്യണം, എല്ലാവരും ജോലി ചെയ്യണം. കല്യാണത്തിൻ്റെ തലേന്ന് വരെ ഉമ്മ എന്തൊക്കെ പണിയെടുത്തിരുന്നു, ഉമ്മക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ആ പണിയൊക്കെ ഉമ്മ എടുക്കണം. അതിലെല്ലാം ആര് സഹകരിക്കണം? ഇവള് സഹകരിക്കണം. അവൾ വന്നു എന്നത് ജോലികളൊന്നും ചെയ്യാതിരിക്കാൻ ഉമ്മക്കൊരു കാരണമല്ല. കാരണം അത് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മുടെ വീട്ടിൽ വന്നൊരു പെൺകുട്ടിനെ എല്ലാ ജോലി ഭാരങ്ങളും അവിടെ തലയിലിട്ട് നമുക്ക് ആരോഗ്യമുണ്ടായിട്ട് മാറി നിൽക്കുന്നത് ശരിയാണോ? അവിടെ അവളെ പരിഗണിച്ച് മുന്നോട്ട് പോകണം. ഇങ്ങനെ ചിന്തിക്കാത്തിടത്തോളം കാലം എന്തേ പരിഹാരമുള്ളൂ? കഴിയണ പണിയെടുക്കുക, ഇതിൻ്റെ അവകാശ കേന്ദ്രമാണെന്ന് വിശ്വസിച്ച് അവിടെ താമസിക്കുക. താൻ കേൾക്കാൻ അർഹതയില്ലാത്ത വാക്ക് വരുമ്പോൾ എന്ത് ചെയ്യാണ്, അതൊരു ശബ്ദമാണെന്ന് മാത്രം വിചാരിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ശക്തമായ ഇടിമിന്നലുണ്ടാകുമ്പോൾ നമ്മളെന്താ കാട്ടുക? നമ്മളെ കൂടെ തടുക്കാൻ പറ്റും? നമ്മളൊന്നും ഞെട്ടും, പേടിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അതൊരു വിധിയാണ്. എന്തിനും ചിലപ്പോൾ സംഭവിച്ചേക്കാം. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളും വിപത്തുക്കളും വാക്കുകളും വരുമ്പോൾ എന്താണ്, അതിൽ ഞാൻ ഉത്തരവാദിയല്ല, ഞാനതിൽ സങ്കടപ്പെടേണ്ടതില്ല. അതൊക്കെ ഇവരെ ദീനില്ലായ്മയും ഇവരെ തകരാറും പെരുമാറാൻ അറിയാത്ത ദൂഷ്യങ്ങളാണ്. അതിനൊന്നും ഞാൻ ഒരു ടെൻഷൻ അടിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തീരുമാനിച്ചാൽ സമാധാനമായിട്ട് എവിടെ ജീവിക്കാം, ഒരു പ്രശ്നമല്ല. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത്.